ഫ്രണ്ട്സ്, എല്ലാവർക്കും തെക്കേടുത്ത് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തേങ്ങ അരച്ചൊരു മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുള്ളമീനാണ് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായി വെട്ടി ഉപ്പിട്ട് തേച്ച് കഴുകി വെച്ചതാണിത്. ഇനി നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. അരപ്പ് തയ്യാറാക്കാനായി തേങ്ങ ചിരണ്ടി എടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് 2-3 ചെറിയുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 എല്ലാ കറിവേപ്പില എടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. തേങ്ങയെല്ലാം ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 3-4 പച്ചമുളക് നീളത്തിൽ കീറി വെച്ചത്, 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ അരപ്പ് തയ്യാറാക്കിയപ്പോൾ അതിൽ ഒരു കഷ്ണം ചേർത്തിരുന്നു, അതുകൊണ്ട് ചെറിയൊരു കഷ്ണം മതി. ചെറിയുള്ളി 2-3 അരിഞ്ഞു വെച്ചത്, 2 കഷ്ണം കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. തേങ്ങ അരച്ച കറിയാവുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. എണ്ണ ചൂടായി വന്നു. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. മീൻകറിക്ക് ചിലവരൊന്നും കടുക് ഇടാറില്ല, നമ്മളിവിടെ കടുക് ചേർക്കാറുണ്ട്. എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചാൽ ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാനിപ്പോൾ ഇടുന്നില്ല, തേങ്ങയരപ്പ് ചേർത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. പച്ചമുളക് എണ്ണയിൽ വാട്ടാതെ ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങുക. പച്ചമുളകിൻ്റെ അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വാട്ടാതെ ഇട്ട് കൊടുക്കണം. പാകത്തിന് വെള്ളം ചേർത്ത് ചാറാക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഴുകി കുതിരാൻ വെച്ച കൊടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പിന് തിള വന്നു. നമുക്ക് ഇതിലേക്ക് മുള്ളമീൻ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. മീനിട്ട പാടെ മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ചട്ടി ചുറ്റിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. മൂടി വെച്ച് വേവിക്കാം. മീൻകറി നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുള്ളം കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് വെക്കുക. ഇടയ്ക്ക് ഞാനൊന്ന് ചുറ്റിച്ച് കൊടുത്തായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക. നമുക്ക് ചക്കപ്പുഴുക്കിൻ്റെ കൂടെ സൂപ്പർ മുള്ളൻകറി, അടിപൊളി മീൻകറി വെച്ചിട്ടുണ്ട്. കൂട്ടി കഴിക്കാം. സൂപ്പർ മീൻകറിയാണ്. ചക്കപ്പുഴുക്കും മീൻകറിയും കൂടി കഴിക്കാം.